ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ വിധി ഉടൻ വരും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദ് വിധി പറയും. കോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സൂര്യഗായത്രി, വളരെ കേരളം ഒന്നാകെ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് വന്ദന ദാസ് വധക്കേസിലെ വിധിക്ക് വേണ്ടി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഔസർജനായിരുന്നു വന്ദനാദാസ്. 2021 മെയ് 10 പുലർച്ചെയാണ് വന്ദനാദാസ് കൊല ചെയ്യപ്പെടുന്നത്. അതും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോലീസ് എത്തിച്ച ഒരു പ്രതി, സന്ദീപ് എന്ന പ്രതി, അക്രമാസക്തനാവുകയും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ ആക്രമിച്ച ശേഷം വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. കേരളത്തിന്റെ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സംഭവമായിരുന്നു. അതിനുശേഷം വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ കേരളം സാക്ഷ്യം വഹിച്ചു. ഇന്നിപ്പോൾ ആ നിർണായകമായ കേസിലുള്ള വിധി വരാൻ പോകുന്നു. കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യഗായത്രി, വിവരങ്ങൾ എന്തൊക്കെയാണ്? GK കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം മാത്രമല്ല, കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന വിധിയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 നിന്നും പുറത്തു വരാനിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് വിധി പറയുക. കൊടുവട്ടൂർ സ്വദേശി സന്ദീപാണ് ഏക പ്രതി. സന്ദീപിനെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞു. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വന്ദനയുടെ മാതാപിതാക്കൾ മോഹൻദാസ് അച്ഛനും വസന്തകുമാരി അമ്മ എന്നിവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് വന്ദനയുടെ മാതാപിതാക്കൾ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ IPC 302 കൊലപാതക കുറ്റം, അതുപോലെ തന്നെ IPC 307 വധശ്രമം, അത് മറ്റു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനാണ്. IPC 333 ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പൊതുപ്രവർത്തകരെ മാരകമായി പരിക്കേൽപ്പിക്കുക. IPC 324 മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക. IPC 341 അന്യായമായി തടഞ്ഞുവെക്കൽ. IPC 353 സർക്കാർ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തുന്നതിനായി ആക്രമിക്കുക. അതുപോലെ തന്നെ IPC 201 തെളിവ് നശിപ്പിക്കൽ. IPC 506 വധഭീഷണി മുഴക്കൽ. IPC 332 പൊതുപ്രവർത്തകനെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിക്കേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ, തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ശരി, എനിക്ക് തോന്നുന്നു ജൂലൈ 1 സൂര്യഗായത്രി കേസിലെ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DSP MM ജോസ് ജൂലൈ 1 കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിലെ പ്രതി എന്ന് പറയുന്നത് കുടവട്ടൂർ, ഓടനാവട്ടം കുടവട്ടൂർ ചെറുകരക്കോണം ശ്രീനിലയത്തിൽ G സന്ദീപ് എന്ന 42 വയസ്സുകാരനാണ്. ഇയാളാണ് വന്ദനയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി ജീവനക്കാരുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു. ഇവരൊക്കെ ഉൾപ്പെടുന്ന ഇവരെല്ലാം ഈ കേസിലെ സാക്ഷികളാണ്. 136 സാക്ഷികളാണ് ഈ കേസിലുള്ളത്. വ്യവസായിയായ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളാണ് വന്ദനാദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.